ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഒരു ഐറ്റം എന്ന്. പണ്ട് നമുക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ 1 രൂപയ്ക്ക് 10 എണ്ണമൊക്കെ കിട്ടിയിരുന്ന ഒരു സ്വീറ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്കക്കുരു മിഠായി എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയാറെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുക്കാത്തത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്കിതിലേക്ക് പാല് ചേർക്കാനുണ്ട്. അതിൻ്റെ അളവിന് ചെറിയ മാറ്റം വരും, അത്രയേ ഉള്ളൂ. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിപ്പോൾ വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലേറെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇത് ഒത്തിരി നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു മാവ് വരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 1/4 കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. പാല് ചെറിയൊരു ചൂടുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൂടുതൽ ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു മിഠായിയുടെ ആ ഒരു ഷേപ്പിൽ ഇതൊന്ന് അതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്തിട്ട് ആ ഒരു മിഠായിയുടെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഇങ്ങനെ നീളത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കറിയാമല്ലോ ആ ഒരു മിഠായി എത്രത്തോളം വലുപ്പം ഉണ്ടാവും. ആ ഒരു ഇത് നമുക്ക് പണ്ടത്തെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗമൊന്നും ക്രിസ്പി ആയിട്ട് വരില്ല. ഉൾഭാഗമൊക്കെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത ഉൾഭാഗം നല്ല കറുമുറായിട്ടിരിക്കണം. അപ്പോൾ ആ രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാവധാനം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിലിലേക്ക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറായിട്ട് കഴിക്കാം. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് കറക്റ്റ് നമ്മുടെ ആ ഒരു മിഠായിയുടെ ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഇത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡാർക്കായി ഞാൻ ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ അതാ ഇത് കറക്റ്റായിട്ട് ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു ന്യൂസ് പ്രിൻറ്റിലേക്കോ ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് അധികം ഓയിലൊന്നും ഇതിൽ കുടിക്കൊന്നുമില്ല കേട്ടോ. അധികം എന്നല്ല, ഒട്ടും കുടിക്കുന്നില്ല, ഓയിലൊന്നും ഒട്ടും കുടിക്കുന്നില്ല ഇതിൽ. എന്നിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 തവണയായിട്ടാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ തവണ തന്നെ യൂസ് ചെയ്താൽ തന്നെ മതിയാവും. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2 ഏലക്കായുടെ സീഡ്സ് ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യും, പക്ഷെ അതും കൂടെ വരണം, എന്നാലും ഇതിന് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉരുക്കി അത് ബബിൾസൊക്കെ നല്ല വലിയ ബബിൾസായിട്ട് വരുന്ന ഒരു സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതാക്കി കൊടുത്ത് നോക്കുക.
ഒരു ആ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് അത് ഒരു റൗണ്ട് ഒരു ബോൾ രൂപത്തിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിനായിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് അത്രയും മതി. ഇനി ഇതിലേക്ക് ആ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ശർക്കരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ കോട്ടായിട്ട് അത് വറ്റി വരണം. ശർക്കര കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ശർക്കര വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് കുറച്ച് റെഡ് കളർ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഈ ഒരു മിഠായി ചില കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ റെഡ് കളറിൽ കിട്ടൂലേ. അപ്പോൾ ആ ഒരു ശർക്കര പാനിയിൽ കുറച്ച് റെഡ് കളർ കൂടെ ചേർത്താൽ ആ ഒരു കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇവിടെ റെഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് വറ്റുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല. തണുക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത്രയും മതി. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ആക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ അടർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്നും. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തണുത്തതിന് ശേഷം നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി നന്നായിട്ട് തണുത്ത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരിക കേട്ടോ. ഈ ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. അത് നന്നായിട്ട് തണുക്കണം. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കറുമുറയായിട്ട് നമുക്ക് കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒട്ടി പിടിച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും. തണുത്തതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അതിങ്ങനെ വേറിട്ട് പോരും. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലാക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബോട്ടിലാക്കാനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴേക്കെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മയിൽ ഈ ഒരു മിഠായി കഴിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്